ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വന്നത് വെസ്റ്റേൺ ടോയ്ലറ്റും ഇന്ത്യൻ ടോയ്ലറ്റും അതിനകത്ത് നമ്മൾ പോയാലുള്ള ബുദ്ധിമുട്ടുകൾ, അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകൾ, അതൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനു മുമ്പേ ചേച്ചി പറയുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാം. പണ്ടുള്ള നമ്മുടെ ബാത്റൂം അല്ലെങ്കിൽ കക്കൂസ് എന്ന് പറയുന്നത് പണ്ടുള്ള ആൾക്കാരുടെയൊക്കെ, എൻ്റെ അമ്മയുടെയൊക്കെ കാലത്ത്, എൻ്റെ കാലത്തും അതൊക്കെ തന്നെ, പിന്നീടാണ് കക്കൂസൊക്കെ വരാൻ ആരംഭിച്ചത്. ഒരു കക്കൂസ് കാണും, അതങ്ങ് കുറച്ച് ദൂരെ ആയിരിക്കും. അന്നൊക്കെ പണ്ട് കാലത്തൊക്കെ വീടുകളിലൊക്കെ കക്കൂസ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോലെ വീടിനുള്ളിലൊന്നും അല്ല, കുറച്ച് ദൂരെ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊന്ന് പോകാൻ പറ്റത്തില്ല. പെട്ടെന്ന് പോയി ആ കക്കൂസിൽ പോകുമ്പോഴത്തേനെ നമ്മൾ രണ്ടും സാധിക്കും. അത്ര ദൂരത്തിൽ അന്നൊക്കെ ഈ തട്ടായിട്ടുള്ള പുരയിടങ്ങളല്ലേ. അപ്പോൾ ഈ ഒരു തട്ടിലായിരിക്കും വീട് നിൽക്കുന്നത്, അതിൻ്റെ അടുത്ത തട്ടിലായിരിക്കും കക്കൂസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ രാത്രിയിലൊക്കെ നമ്മൾ അതിര് ചാടി വേണം നമ്മൾ ആ കക്കൂസിൽ പോകാൻ. ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് നമ്മൾ അധികവും കൂടുതൽ ഈ കക്കൂസിൽ പോകുന്ന ഈ ഇറങ്ങി കയറുന്ന ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന നാട്ടുകാരുടെ പറമ്പുകളാണ് കക്കൂസായിട്ട് ഉപയോഗിച്ചത് അന്നത്തെ കാലത്ത്. പക്ഷേ അന്ന് പറയുന്നത് അന്നുള്ള ആൾക്കാർക്കൊന്നും ഇതുപോലെ കാലുമുട്ട് വേദനയോ അല്ലെങ്കിൽ ഇടുപ്പ് വേദനയോ ഒന്നും ഇല്ലായിരുന്നു. കാരണം അന്നുള്ള ആൾക്കാരെല്ലാവരും അധ്വാനിക്കുന്ന ആൾക്കാരായിരുന്നു. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും അധ്വാനിക്കുന്ന ആളുകളുമായിരുന്നു. അതുമല്ല, അന്ന് ഈ മെഷീനൊന്നുമില്ല. നമ്മൾ ദേഹം അനങ്ങി വീടുകളിലെ ജോലികളെല്ലാം നമ്മൾ ദേഹം അനങ്ങി തന്നെ ചെയ്യണം. കല്ലിൽ അരയ്ക്കണം, ആട്ടാങ്കല്ലിൽ ആട്ടണം, വിറകടുപ്പിൽ ഊതി എല്ലാം വെക്കണം. തുണി അലക്കുന്നതിന് തന്നെ കല്ലിൽ പോയി നമ്മൾ ഞങ്ങളൊക്കെ പോകുന്ന തോട്ടിലായിരുന്നു. തോട്ടിൽ കല്ല് കാണും, കല്ലിനകത്ത് തോട്ടിൽ വെച്ച് നമുക്ക് അത് അലമ്പി കൊണ്ടുവരികയും ചെയ്യാം, കല്ലിലിട്ട് അടിച്ച് കഴിയുകയും ചെയ്യും. ഞങ്ങളൊക്കെ തോട്ടിലായിരുന്നു പോകുന്നത്. അപ്പോൾ അന്നൊക്കെ ഉള്ള കാലങ്ങളിലുള്ള ജീവിച്ചിരുന്നവർക്ക്, എൻ്റെ അമ്മയുടെയൊക്കെ കാലത്തുള്ളവർക്കൊന്നും അധികം അസുഖങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതുമല്ല, അന്നെന്ന് പറയുന്ന പച്ചക്കറികൾ നമുക്ക് കഴിക്കാനുള്ള വിഭവങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുമായിരുന്നു. അതായത് നമ്മുടെ ഗ്രാമപ്രദേശത്തൊക്കെ ഒരു വീട് ഇവിടെ ആണെങ്കിൽ പിന്നെ അടുത്ത വീട് കുറേ ദൂരെയാണ്. അവിടെ പറമ്പ് അധികമുണ്ട്, ഓരോരുത്തർക്കും പറമ്പ് അധികം കാണും. അപ്പോൾ ആ പറമ്പിൽ തന്നെയാണ് നമുക്ക് വേണ്ടുന്ന കൃഷിയെല്ലാം നമ്മൾ കാച്ചിൽ, കിഴങ്ങ്, എല്ലാം വാഴ, എല്ലാ കറിവേപ്പില, ഇഞ്ചി, ചേമ്പ് എല്ലാം A to Z വരെ ഉള്ള സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുമായിരുന്നു. കൃഷി ചെയ്യുന്ന മാത്രമല്ല, വിഷാംശമില്ലാത്ത പച്ചിലകൾ ഇട്ട് ചാണകം ഇട്ടൊക്കെ ആയിരുന്നു നമ്മൾ അന്ന് കൃഷി ചെയ്ത് അതിൽ നിന്നായിരുന്നു നമ്മളെടുത്ത് ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ട് അന്നൊന്നും നമുക്ക് അത്ര അസുഖങ്ങളും ഇല്ല. അതുകൊണ്ട് നമുക്ക് കാലുമുട്ട് വേദനയില്ല, കൈമുട്ട് വേദനയില്ല, നടുവേദനയില്ല, ഒന്നുമില്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് ആ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് വയറിന് അത്ര പ്രോബ്ലം വരത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ രണ്ടു നമ്പർ അമുക്കുമ്പോഴേ നമ്മുടെ വീട്ടിൽ സാധനം എത്തും. ആ ഒരു സിസ്റ്റമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അധികം ജോലി ചെയ്യാനും കഴിയില്ല, എല്ലാം മെഷീനാണ്. എന്തെങ്കിലും അരയ്ക്കണമെന്നെങ്കിൽ സ്വിച്ച് ഇടണം, എന്തെങ്കിലും തുണി അലക്കണമെങ്കിൽ വാഷിംഗ് മെഷീനിൽ കറക്കിയാൽ മതി. അങ്ങനെ എല്ലാത്തിനും ഇപ്പം ചപ്പാത്തി പരത്തുന്നതിന് വേറെ ഇപ്പോൾ മെഷീൻ ഉണ്ടെന്നുള്ളതാണ്. എല്ലാത്തിനും മെഷീനാണ്. അപ്പോൾ മെഷീൻ വന്ന് എല്ലാ ജോലിയും ചെയ്യാൻ ആരംഭിച്ചതോടുകൂടി എല്ലാവർക്കും അസുഖങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റിൽ പോകാൻ പറ്റാണ്ടായി. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ത്യൻ ക്ലോസറ്റിൽ പോകാൻ പറ്റില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓപ്പറേഷനിൽ എന്തോ മിസ്റ്റേക്ക് വന്ന് ഇപ്പോൾ എനിക്ക് ഇന്ത്യൻ ക്ലോസറ്റിൽ പോകാൻ പറ്റില്ല, യൂറോപ്യൻ ക്ലോസറ്റിൽ മാത്രമേ എനിക്ക് പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഇതിൽ നിന്ന് അനുഭവിച്ച് അപ്പോൾ സാധാരണ ആൾക്കാർ, വയസ്സായവർക്കൊക്കെ, ഇപ്പോൾ ഉള്ള തലമുറകൾക്കൊക്കെ ഒരുപാട് പേർക്ക് മുട്ടുകൊണ്ട് മടക്കിയിരിക്കാൻ പറ്റാത്തവർക്കൊക്കെ വെസ്റ്റേൺ ആണ്. അപ്പോൾ അധികം പേര് ഒരു വീട് തന്നെ നമ്മൾ പോയി നോക്കിയാൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്, ഞാൻ പോയി ഒരു വീട് നോക്കി, ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്, ഞങ്ങളിപ്പോൾ വേറൊരു വീട്ടിൽ പോയി വാടകയ്ക്ക് നോക്കുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പോയി നോക്കുന്നത് വെസ്റ്റേൺ ടോയ്ലറ്റ് ഉണ്ടോയെന്ന്. കാരണം ഇന്ത്യൻ ടോയ്ലറ്റിൽ പോകാൻ നമുക്ക് പറ്റത്തില്ല.
അപ്പോൾ ഇപ്പോൾ അധികം പേരും വെസ്റ്റേൺ ടോയ്ലറ്റാണ് ആശ്രയിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത് പോലെ നമ്മുടെ ആ നമ്മൾ മലവിസർജനം ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും നല്ലത് ഇന്ത്യൻ ക്ലോസറ്റിൽ തന്നെ ഇരുന്ന് പോകുന്നതാവും. അത് പറ്റാത്തവർക്കാണ് യൂറോപ്യൻ ക്ലോസറ്റ്. ഇപ്പോൾ പറ്റുന്നവർ യൂറോപ്യൻ ക്ലോസറ്റിൽ പോകാറുണ്ട്. പക്ഷേ യൂറോപ്യൻ ക്ലോസറ്റിൽ പോകുമ്പോൾ എന്തോ നമുക്ക് കുഴപ്പമെന്ന് പറയുന്നത് നമുക്ക് പൈൽസിൻ്റെ അസുഖമൊക്കെ വരികയും ചെയ്യും. പിന്നെ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ നമ്മൾ ഇരിക്കുന്ന പൊസിഷനല്ല നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കും. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്, കുടലിറക്കം എല്ലാം ഉണ്ടാവും അത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത് പോലെ നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, കാല് നമ്മൾ തറയിലിട്ടിരിക്കുന്ന ഇങ്ങനെ വെസ്റ്റേൺ ടോയ്ലറ്റ് ഇരിക്കുമ്പോൾ കാല് തറയിലോട്ട് ഇതാക്കിയിട്ട് ഇരിക്കുന്നത്. അതിന് പകരം നമ്മൾ കാല് വെക്കുന്നിടത്ത് ഒരു സ്റ്റൂൾ എടുത്തിട്ടിട്ട് ആ സ്റ്റൂളിൻ്റെ മേളിൽ കാല് വെച്ചിട്ട് വെസ്റ്റേൺ ടോയ്ലറ്റിൽ ഇരുന്ന ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത് പോലെ നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്ന് നമ്മുടെ കാര്യം സാധിച്ചിട്ട് വരാം. അതുകൊണ്ട് ഈ ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് നിങ്ങൾക്ക് അത് ഉപകരിക്കുമെന്നൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഉപകരിക്കുമെങ്കിൽ ചേച്ചിക്ക് കമൻ്റ് ഇടണം. അപ്പോൾ ചേച്ചി പുതിയൊരു ടിപ്പും കൊണ്ട് ഇന്ന് വരുന്നതായിരിക്കും. അപ്പോൾ പോയിട്ട് വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ എന്താ ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയിട്ട് പോകുക. എന്നാലേ ചേച്ചി ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ പോയിട്ട് വരാം.